സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, ഇന്നും വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. റെഡ് അലേർട്ട് അല്ലെങ്കിൽ കൂടി അവിടെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ചില ജില്ലകളിൽ. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലകൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഏത് തരത്തിലാണ് സമീർ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത്, തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഒഴികെ 12 ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രധാനമായും മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലും വരുന്ന ഈ 12 ജില്ലകളിലാണ് ഈ ഇത്തരത്തിലുള്ള അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മലയോര മേഖലയിൽ അതിശക്തമായിട്ടുള്ള കാറ്റിന്റെ സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നത്. മലയുടെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ മരങ്ങൾക്ക് താഴ്ഭാഗത്തും ഒക്കെ നിൽക്കുന്നവരും അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മണ്ണും മലയും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ പൊട്ടി വീഴാനും അത്തരത്തിലുള്ള അപകടങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ തീരമേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ജില്ലകളുണ്ട്. ആ മേഖലകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു. പ്രധാനമായും അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള തിരമാലകളെത്തും. അങ്ങനെ വരുമ്പോൾ അത് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് കേരള, കർണാടക അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു നിയന്ത്രണം അത് തുടരും എന്നുള്ള നിർദ്ദേശം കൂടി, അത് തുടരണം എന്നുള്ള ആ ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഈ മുന്നറിയിപ്പിലുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 9 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്.